ശോഭ സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് അമിത് ഷാ പറന്നിറങ്ങിയത്. ദല്ലാൽ നന്ദകുമാർ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോൾ ആദ്യം ഒന്നും പ്രതികരിക്കാതിരുന്ന ശോഭ സുരേന്ദ്രൻ പിന്നാലെ ശക്തമായ ഭാഷയിൽ എല്ലാത്തിനും മറുപടി നൽകുന്നത് നമ്മൾ കണ്ടതാണ്. ദല്ലാൽ നന്ദകുമാറിന്റെ മുനയൊടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ശോഭ സുരേന്ദ്രൻ നടത്തിയതോടെ ഇപ്പോൾ CPM-നും ഉത്തരമുട്ടിയിരിക്കുന്നു. EP ജയരാജനും BJP-യിലേക്ക് ചാടാനിരുന്നതാണ് എന്ന വെളിപ്പെടുത്തൽ എത്തിയതോടെ മുഖ്യമന്ത്രിയും നൈസായി കൈയൊഴിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനിടെ EP-ക്കെതിരെ വലിയ ആരോപണങ്ങളുമായി KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്ത് വന്നിരുന്നു. BJP-യിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് LDF കൺവീനറും CPM നേതാവുമായ EP ജയരാജൻ ഗൾഫിൽ വച്ച് BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി KPCC പ്രസിഡന്റ് K സുധാകരൻ പറയുന്നു. EP-ക്കെതിരായ ആരോപണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ചായ കുടിക്കാൻ EP-യുടെ വീട്ടിൽ പോകാൻ EP-യുടെ വീട് ചായ പീടികയാണോ? പൂർവ്വകാല ബന്ധമില്ലാതെ ഒരാൾ മറ്റൊരാളിന്റെ വീട്ടിൽ ചായ കുടിക്കാൻ പോകുമോ എന്നൊക്കെയാണ് സുധാകരന്റെ ചോദ്യങ്ങൾ. ചായപ്പീടികയിൽ പോയതല്ലല്ലോ, ജയരാജന് ചായപ്പീടിക നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോകുന്നതിൽ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ വീട്ടിൽ നിന്ന് പോകുന്നത് പോലെയാണല്ലോ ചോദ്യം എന്നാണ് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കച്ചവടം നടന്നില്ലേ? വലിയൊരു സ്ഥാപനം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ? അത് ചുമ്മാ കൊടുത്തതാണോ? അല്ലല്ലോ. പറയുമ്പോൾ വ്യക്തത വേണം. തനിക്ക് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തണമെന്ന ആഗ്രഹമൊന്നുമില്ല. താൻ അറിഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നല്ലാതെ ഒന്ന് ആഡ് ചെയ്തോ, അദ്ദേഹത്തെ ഒന്ന് നാറ്റിക്കാമോ എന്നൊന്നും കരുതിയല്ല പറഞ്ഞത്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ തനിക്ക് കിട്ടിയ വിവരമൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ സത്യസന്ധമാണ് എന്ന് താൻ വിശ്വസിക്കുന്നു. നിയമ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കണ്ടു വന്നു എന്നൊക്കെ. അതിനപ്പുറത്തല്ലേ നിയമമുള്ളൂ, അതിന് കുഴപ്പമില്ല എന്നും സുധാകരൻ പറഞ്ഞു. മരുന്ന് കഴിക്കാത്തത് കൊണ്ട് താനല്ല കിടക്കുന്നത്, അദ്ദേഹമാണ് സ്ഥിരമായി കിടക്കുന്നത്. താൻ എവിടെയും കിടക്കുന്നില്ല. ഇദ്ദേഹം പാർട്ടി വിട്ടു പോകാൻ ശ്രമിച്ചതിന് പിന്നിലെ കാരണം പാർട്ടിക്കുള്ളിലെ തർക്കമാണെന്നും പറയുന്നു. മുഖ്യമന്ത്രിയും ഇദ്ദേഹവും തമ്മിലുള്ള വിരോധമാണ് ഇതിന് കാരണം. പല കാര്യങ്ങളിലും ജയരാജനെ പരിഗണിക്കുന്നില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ട്. പാർട്ടിക്കുള്ളിലും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പരിഹാരം ഉണ്ടായിട്ടില്ല. മായ്ച്ചു കളയാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതാണ് ഇതിന്റെ അടിസ്ഥാനമെന്നാണ് സുധാകരൻ പറയുന്നത്. സുധാകരൻ പോകുന്നു എന്ന് പറഞ്ഞ് തന്റെ പേര് ഉപയോഗിച്ച് എല്ലാവരും കളിച്ചല്ലോ. താനല്ല BJP-യിലേക്ക് പോകുന്നത്, EP ജയരാജനാണ്. ശോഭ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും മുഖേന ജയരാജൻ ചർച്ച നടത്തിയെന്നും പറയുന്നു. ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കര ഭീഷണി നേരിട്ടു. അതുകൊണ്ട് പുള്ളി തൽക്കാലം പിന്മാറിയിട്ടുണ്ട്. ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താകുമെന്നറിയില്ല. 6 മാസമായി EP ജയരാജൻ BJP-ക്കെതിരെ എന്തെങ്കിലും പ്രസ്താവന ഇറക്കിയോ? താൻ എന്ത് പിഴച്ചിട്ടാണ് തന്റെ പേര് നിങ്ങൾ പറഞ്ഞത്? സുധാകരൻ ചോദിക്കുന്നു. ഗൾഫിൽ വെച്ചാണ് EP ജയരാജനും BJP നേതൃത്വവും തമ്മിൽ ആദ്യ ചർച്ച നടന്നത്. അതിലൊരു മധ്യവർത്തി ഉണ്ടായിരുന്നു. അയാൾ തന്നെയാണ് വിവരം എല്ലാവരോടും പറഞ്ഞത്. മധ്യവർത്തിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല, അത് ശരിയല്ല. തൃശൂർ രാമനിലയത്തിൽ വെച്ചും ചർച്ച നടന്നിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ സ്ഥാനം നൽകാമെന്നാണ് ജയരാജന് BJP വാഗ്ദാനം നൽകിയത്. തന്നെ തടഞ്ഞ് ഗോവിന്ദൻ മാഷെ പാർട്ടി സെക്രട്ടറി ആക്കിയതിൽ EP ജയരാജന് അസ്വസ്ഥതയും നിരാശയുമുണ്ട്. പാർട്ടിയിലെ അടുത്ത സുഹൃത്തുക്കളോട് അദ്ദേഹം ഇത് ഓപ്പണായി പറഞ്ഞിട്ടുമുണ്ട്. രഹസ്യം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നും സുധാകരൻ പറയുന്നു.